തനിക്കോ തന്റെ കുടുംബാംഗങ്ങൾക്കോ ഒരു ഹവാലയുമായും ബന്ധമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. LDF നിയമസഭാ കക്ഷി ഉപനേതാവ് CPM-ൽ നിന്ന് തന്നെയായിരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. തൃശൂർ രാമനിലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമോ ഒരു ഹവാലയപ്പാട് നിന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇത് LDF-ന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞത് ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ബേജാറാണ്. അതിലൊരു സംശയമില്ല, CPM നേതാവിൻ്റെ പേരായിരിക്കും. തന്റെ മകൾ വീണ ഇതുവരെ നടന്ന അന്വേഷണങ്ങളോടെല്ലാം പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്, ഇനിയും സഹകരിക്കും. LDF നിയമസഭാ കക്ഷി ഉപനേതാവ് CPM-ൽ നിന്ന് തന്നെയായിരിക്കും. ഇക്കാര്യത്തിൽ താൻ കത്ത് നൽകും. മുൻ സ്പീക്കർ ഷംസീറിനെതിരായുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം തികഞ്ഞ അസംബന്ധമാണ്. CPM-ൽ ഒരു നേതാവും കുറുക്കുവഴികളിലൂടെ വന്നവരല്ല. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നതിനെ അവജ്ഞാപൂർവം തള്ളുന്നു. ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് പൊള്ളുന്ന വിലയായത് ആശങ്കാജനകമാണ്. UDF സർക്കാർ യഥാസമയം വിപണിയിൽ ഇടപെടാതിരുന്നതാണ് ഈ വിലക്കയറ്റത്തിന് കാരണം. സപ്ലൈകോ വഴിയും റേഷൻ കടകൾ വഴിയും വിപണിയിൽ ഇടപെടുന്നതിൽ സർക്കാരിന് തെറ്റുപറ്റി. ഓണം അടുത്ത് വരുമ്പോഴേക്ക് തന്നെ ഫലപ്രദമായ നടപടികൾ വില പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. നിത്യോപയോഗ സാധനങ്ങൾക്കാകെ വില അനുദിനം വർദ്ധിക്കുന്ന രീതിയാണ്. ഇപ്പോൾ സപ്ലൈകോ, റേഷൻ കട ഇവ വഴിയുള്ള വിപണി ഇടപെടൽ തന്നെ താളം തെറ്റിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ LDF സർക്കാർ ഇത്തരം സാഹചര്യങ്ങളിൽ വിപണിയിൽ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നു. കഴിഞ്ഞ സർക്കാർ ഓണക്കാലത്ത് 6 ലക്ഷം കിറ്റുകൾ നൽകിയിരുന്ന സ്ഥാനത്ത് ഇത്തവണ 1/2 ലക്ഷമായി കുറയ്ക്കാൻ രഹസ്യ നീക്കമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും PSC സെക്രട്ടറിയും DGP-യും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്ന കാര്യത്തിലും ഗവർണറുടെ ഇടപെടലിനോട് ശക്തമായി പ്രതികരിക്കാൻ UDF സർക്കാർ തയ്യാറാകാത്തത് ഗവർണർക്ക് പ്രോത്സാഹനമേകാനാണ് വഴിവെക്കുക. സർവകലാശാലയിലെ സംഘപരിവാർ കടന്നുകയറ്റത്തോട് സർക്കാർ കുറ്റകരമായ മൗനം പാലിക്കുകയാണ്. കാലടി സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രതീകാത്മക തെരുവ് നാടകം നടത്തിയതിനെതിരെ ജാമ്യമില്ലാ കേസെടുത്ത നടപടിയിലും DYFI സമ്മേളന വേദിയിലെ നാടകാവതരണത്തിന്റെ കാര്യത്തിലും വസ്തുത പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകരെ അഭിനന്ദിച്ച പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിക്കുകയല്ല വേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു. പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തിയ ഗവർണറുടെ നടപടി ഇത് ഒറ്റപ്പെട്ടതല്ല. ഇന്നലെ PSCയുടെ സെക്രട്ടറിയെയും ഗവർണർ വിളിച്ചു വരുത്തിയെന്നാണ്. ഭരണഘടനാ ഫെഡറൽ തത്വങ്ങൾക്കെതിരായ നടപടികളാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെതിരെ ഗൗരവപൂർണമായ നടപടിയോ പ്രതികരണമോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഗവൺമെൻറ് ശക്തമായ നിലപാടെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്താൽ അതൊരു സന്ദേശമായി മാറും. ആ സന്ദേശം നൽകാൻ സർക്കാർ സന്നദ്ധമാകുന്നില്ല. TCV തൃശൂർ.